ഹലോ! മുട്ടത്തോട് കൊണ്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യോ ചേച്ചി എന്നൊരു കമന്റ് കണ്ടു ട്ടോ. സോ ഇന്നത്തെ ക്രാഫ്റ്റ് മുട്ടത്തോട് കൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എനിക്കും ഈ എഗ്ഗ് കൊണ്ടുള്ള ക്രാഫ്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഈ ക്രാഫ്റ്റ് തന്നെയാണ്. ഈ കൊണ്ട് ഡിഫറന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാക്കി ഞാൻ ഷോക്കേസിൽ വെക്കുന്നതായിരുന്നു എന്റെ ഹോബി. ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം മുട്ടത്തോട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലപോലെ ഉണക്കിയെടുക്കുക എന്നതാണ് ട്ടോ. ഇന്ന് ചെയ്യുന്ന ഈ ക്രാഫ്റ്റിന് ആകെ ആവശ്യം ഒരു മുട്ടത്തോടും പിന്നെ കുറച്ച് പഞ്ഞിയാണ് ട്ടോ. ആദ്യം കുറച്ച് പഞ്ഞി എടുത്തൊന്ന് ബോളാക്കി എടുത്തിട്ട് അതിന് മീതെ കുറച്ചും കൂടി പഞ്ഞി വെച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ദെൻ റബ്ബർ ബാൻഡ് ഇട്ടൊന്ന് നല്ല സെക്യൂർ ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് പേപ്പർ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കണ്ണ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒരു കോൺ ഷേപ്പിൽ പേപ്പർ കട്ട് ചെയ്തെടുത്ത് അതിന് ബീക്കും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെച്ച് കൊടുത്ത ബീക്കിന് ചെറുതായിട്ടൊരു നീളക്കൂടൽ തോന്നിയപ്പോൾ ഒന്നുകൂടെ എടുത്ത് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും അല്ലേ നമ്മൾ എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇത് നമ്മുടെ മുട്ടത്തോട്ടിൽ നിന്നും പുറത്തു വരുന്ന കോഴിക്കുഞ്ഞാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് കോഴിക്കുഞ്ഞാണ്. പക്ഷെ ചെയ്തു വന്നപ്പം കൂടോത്രം ചെയ്ത മുട്ടയിൽ നിന്ന് അടിച്ചിരുന്ന കുട്ടിപ്പിശാചിനെ പോലെയൊക്കെ എനിക്ക് തോന്നി. ഇനിയിപ്പോ അത് എന്റെ തോന്നല് മാത്രമാണോ അല്ല അങ്ങനെ തന്നെയാണോന്ന് നിങ്ങൾ എന്നെ ഒന്ന് കമന്റ് ചെയ്ത് പറയാട്ടോ. ഈ കോഴിക്കുഞ്ഞിന് എന്തോ ഒരു മിസ്സിങ്. സോ ഇതുപോലെ അതിന്റെ ചിറകൊന്ന് വലിച്ച് പുറത്തേക്ക് ഇട്ട് ഏകദേശം സെറ്റാക്കി. ഇനി ഈ കോഴിക്കുഞ്ഞിന് ഇരിക്കാൻ ഒരു ബേസ്മെന്റ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇവൻ ടേബിളിന് താഴെ വീണ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓൾറെഡി ഞാൻ ഉണ്ടാക്കി 2 കോഴിക്കുഞ്ഞ് അതുപോലെ താഴെ വീണ പൊട്ടിപ്പോയിട്ടോ. ഇത് എന്റെ 3ാമത്തെ ട്രൈ ആണ്. അപ്പൊ നമ്മുടെ കോഴിക്കുഞ്ഞ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവനക്ക് കൂട്ടായിട്ട് ഞാൻ ഒരാളെയും കൂടി ഉണ്ടാക്കി എടുത്തു കേട്ടോ. ഇതിപ്പം ക്യൂട്ടായ കോഴിക്കുഞ്ഞായോ ഇല്ല പ്രേതക്കുഞ്ഞായോ എന്ന് നിങ്ങൾ എന്നെ ഒന്ന് കമന്റ് ചെയ്ത് പറയാട്ടോ.